കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം. നീണ്ട 7.5 വർഷത്തിനു ശേഷം കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിചാരണ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ നടൻ ദിലീപും കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിയും വീണ്ടും നേർക്കുനേർ വരുന്ന അവസ്ഥയിലേക്ക് എത്തി. കേസിലെ 2ാം ഘട്ട വിചാരണ നടപടികൾ ആരംഭിച്ചപ്പോഴാണ് ഇരുവരും ഉൾപ്പെടെയുള്ള പ്രതികൾ കോടതിയിൽ ഹാജരായത്. പ്രതികളെ കോടതി നേരിട്ട് വിസ്തരിക്കുന്നത് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അടച്ചിട്ട കോടതി മുറിയിലാണ് നടപടിക്രമങ്ങൾ. പ്രതികളുടെ വിസ്താരം പൂർത്തിയായാൽ കേസുമായി ബന്ധപ്പെട്ട വാദം കേൾക്കലിലേക്കും തുടർന്ന് വിധിയിലേക്കും പോകും. ഏകദേശം നവംബറിൽ തന്നെ കേസിൽ അന്തിമ വിധി വരാനും സാധ്യതയുണ്ട്. 1 ലക്ഷം രൂപ കെട്ടിവെക്കണം. കൂടാതെ 2 ആൾജാമ്യത്തിലാണ് സുനി പുറത്തിറങ്ങിയത്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ സുനിയെ എല്ലാവരും വീക്ഷിക്കുകയാണ്. പൾസർ സുനിയുടെ സഞ്ചാരം ആഡംബര വാഹനങ്ങളിൽ എന്നതാണ് ആരെയും ഞെട്ടിക്കുന്ന ഒരു വസ്തുത. ഇടത്തരം സാമ്പത്തിക പശ്ചാത്തലത്തിലുള്ള സുനിൽ വിചാരണയ്ക്കായി അടക്കം കോടതിയിലെത്തുന്നത് 1/4 കോടി രൂപയോളം വില വരുന്ന വാഹനങ്ങളിലാണ് എന്നുള്ളത് മറ്റൊരു കൗതുകം. എന്തായാലും ജാമ്യത്തിലിറങ്ങിയ പ്രതിയുടെ സാമ്പത്തിക ഉറവിടത്തെപ്പറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയ സാഹചര്യമാണ് ഇപ്പോൾ. സെപ്റ്റംബർ 26-ന് എറണാകുളം ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിൽ 2ാം ഘട്ട വിചാരണയ്ക്കായി പൾസർ സുനി എത്തിയത് കിയ കാർണവൽ എന്ന 30 ലക്ഷം വില വരുന്ന ആഡംബര കാറിലായിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ താർ ജീപ്പിലെത്തി. 16 മുതൽ 20 ലക്ഷം രൂപ വിലയുള്ള ഈ വാഹനം കുട്ടനാട് RTO രജിസ്ട്രേഷനിൽ കുഞ്ഞുമോൾ എന്ന വ്യക്തിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇടത്തരം സാമ്പത്തിക പശ്ചാത്തലത്തിലുള്ള സുനിക്ക് എവിടെ നിന്നാണ് ഈ ആഡംബര വാഹനങ്ങൾ ലഭിക്കുന്നതെന്ന് ചോദ്യചിഹ്നമായി നിൽക്കുന്നു. പെരുമ്പാവൂരിലെ കോടനാടുള്ള സുനിലിന്റെ വീട്ടിൽ പോലീസ് നിരീക്ഷണമുണ്ട്. ഒരൊറ്റ സിം മാത്രം ഉപയോഗിക്കണമെന്ന വ്യവസ്ഥ സുനിൽ പാലിക്കുന്നുണ്ടോ എന്നതിലും പോലീസ് പരിശോധന തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ബന്ധുവിന്റെ പേരിലുള്ള സിമ്മിൽ നിന്ന് സുനിൽ പലരെയും ബന്ധപ്പെടുന്നുണ്ടെന്നാണ് വിവരം. നേരത്തെ ചില അഭിനേതാക്കളുടെ ഡ്രൈവറായിരുന്ന സുനിലിന്റേത് വളരെ സാധാരണ കുടുംബ പശ്ചാത്തലമാണ്. 7.5 വർഷത്തിനിടെ ലീഗൽ സർവീസസ് അതോറിറ്റി സഹായത്തിലല്ല, സ്വന്തം അഭിഭാഷകൻ വഴിയാണ് ഓരോ തവണയും സുനിൽ ജാമ്യാപേക്ഷയുമായി കോടതിയിലെത്തിയത്. 10ാം തവണയും അപേക്ഷ തള്ളിയ ഹൈക്കോടതി തുടർച്ചയായി ജാമ്യ ഹർജി ഫയൽ ചെയ്തതിന് 25,000 രൂപയും സുനിലിന് പിഴയും ചുമത്തി. സാമ്പത്തിക സഹായവുമായി സുനിലിന് പിന്നിൽ ആരൊക്കെയുണ്ടെന്ന ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ പരാമർശവും ചർച്ചയായിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് വിചാരണ വൈകുന്നതിലെ ആനുകൂല്യത്തിൽ പ്രതിക്ക് സുപ്രീം കോടതി ജാമ്യം നൽകിയത്. ഏത് സാമ്പത്തിക അവസ്ഥയിലുള്ള ഒരു പ്രതിക്ക് അഥവാ കുറ്റാരോപിതന് നിയമപോരാട്ടത്തിനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. എന്നാൽ നിയമ നടപടികൾ സുതാര്യമാണോ, ലക്ഷങ്ങൾ ചിലവാക്കി പ്രതിക്ക് പിന്നിൽ അണിനിരക്കുന്നവരുടെ ഉദ്ദേശമെന്ന്, ഇക്കാര്യത്തിലാണ് പരിശോധന വേണ്ടത് തന്നെ. വിചാരണയിലെ കാലതാമസം പിടിവള്ളിയാക്കിയാണ് നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനി സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയത്. എറണാകുളം സബ് ജയിലിൽ നിന്ന് 7.5 വർഷത്തിന് ശേഷം ഇക്കഴിഞ്ഞ 20-ന് 2 ലക്ഷം രൂപയുടെ ആൾജാമ്യത്തിലാണ് തീയതി പുറത്തിറക്കിയത്. വിചാരണ കോടതികളുടെ നടപടികളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. കഴിഞ്ഞ 7.5 വർഷമായി പൾസർ സുനി ജയിലിൽ കഴിയുകയാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. കേസിലെ വിചാരണ ഇപ്പോഴൊന്നും തീരാൻ സാധ്യതയില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞിരുന്നു. പൾസർ സുനിക്ക് ഒരു കാരണവശാലും ജാമ്യം നൽകരുതെന്നും ജാമ്യത്തിലിറങ്ങിയാൽ സമൂഹത്തിന് തന്നെ ഭീഷണിയാകുമെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നെങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല. അനുവാദമില്ലാതെ എറണാകുളം സെഷൻസ് കോടതി പരിധി വിട്ടു പോകരുതെന്നും മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്നും വിചാരണ കോടതിയുടെ ജാമ്യവ്യവസ്ഥയിലുണ്ട്. ഒരു സിം മാത്രമേ ഉപയോഗിക്കാവൂ. നമ്പർ കോടതിയെ അറിയിക്കണം. സാക്ഷികളുമായോ മറ്റു പ്രതികളുമായോ സംസാരിക്കരുതെന്നും ജാമ്യവ്യവസ്ഥയിലുണ്ട്. കർശന ഉപാധികളോടെയാണ് സുനിക്ക് ജാമ്യം നൽകിയിരിക്കുന്നത്.